പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഒന്നാം ദിവസം പെസഹ, കർത്താവിൻ്റെ പെസഹ കാൽവരി ക്രൂശ് മരണം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ഉയർപ്പിൻ്റെ ദിവസങ്ങളാണ് ഇനി പോകാൻ പോകുന്നത്. ഇന്ന് 8-ാം ദിവസമാണ് യേശുനാഥൻ്റെ പീഡാനം, പെസഹ, പീഡാനം, ഉയർപ്പ്. 3 മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ശവക്കല്ലറ അല്ലെങ്കിൽ ശവക്കുഴി തോണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അസ്ഥികൾ കിടക്കും. എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ അവശിഷ്ടം അതിനകത്തുണ്ടാകും. എന്നാൽ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടന്നപ്പോൾ മറിയവും മഗ്ദലന മറിയവും അകത്ത് കയറി നോക്കിയപ്പോൾ അവന് പൊതിഞ്ഞിരുന്ന ആ വെള്ള വസ്ത്രം മാത്രമേ അവിടെ ചുരുട്ടി കൂട്ടി വെച്ചിരുന്നത്. അവൻ്റെ ശരീരമോ അസ്ഥിയോ യാതൊന്നും ആ കല്ലറയിൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റത് ശരിക്കും മുറിവേറ്റ ശരീരത്തോടെയാണ്. ആഴമായുള്ള മുറിവ്. അതെന്താണ് ആഴമായുള്ള മുറിവ്? മുൾക്കീടം, ആണിപ്പഴുതുള്ള കരങ്ങൾ, വിലാപത്ത് കുന്തത്താൽ കുത്തിയ മുറിവ്, 2 പാദങ്ങളിലും ആണികളുടെ മുറിവ്. ഇങ്ങനെ മുറിവിനോട് കൂടിയാണ് യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റത്. പക്ഷേ ചാട്ടാറവടി ഏറ്റുവാങ്ങിയതും കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ മുഞ്ഞുകുത്തി വീണ മുറിവുകൾ, അതൊന്നും യേശുവിനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഈ 6 മുറിവുകൾ നമ്മളെ കണ്ണുകൊണ്ട് നമ്മളെ കാണിച്ചു തരും കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതിന് ശ്രമിക്കാം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അതിരാവിലെ, രാത്രി, വെള്ളിയാഴ്ച രാത്രിയാണല്ലോ, വൈകുന്നേരമായപ്പോഴുള്ള മരിച്ചത് യേശുനാഥൻ. അന്ന് അടക്കം ചെയ്തിട്ട് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് യേശുനാഥൻ അടക്കം ചെയ്ത കല്ലറയിലേക്ക് മറിയവും മഗ്ദലന മറിയവും 2 പേരും കൂടി കുഴിമാടം സന്ദർശിക്കാൻ വന്നേക്കും. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. അവരവിടെ വന്നപ്പോഴത്തേനും വലിയൊരു ഭൂകമ്പം പെട്ടെന്ന് യേശു മരിക്കുമ്പോഴും ഉണ്ടായി. ഉയർത്തെഴുന്നേറ്റ ഈ കുഴിമാടത്തിലേക്ക് മഗ്ദലന മറിയവും വന്നപ്പോൾ അവിടെയും ഉണ്ടായി. പക്ഷെ ഭൂമി കുലുങ്ങെ അതൊന്നും ഉണ്ടായില്ല. വലിയൊരു ആഴവും അതുപോലെ സ്വരങ്ങൾ ഏതാണ്ട് അവിടെ ഉണ്ടായി പെട്ടെന്ന്. അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. വലിയൊരു ദൂതൻ ഉടർന്ന് മോശത്തിന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് കല്ലുരുട്ടി മാറ്റിയിട്ട് ആ കല്ലിൻ്റെ മേലിൽ ദൂതൻ അങ്ങോട്ട് ഇരിക്കുന്നു. എന്നിട്ട് അവർ ഈ മറിയത്തോടും സംസാരിക്കണം. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. അവൻ്റെ രൂപം കണ്ടാൽ പേടിയാവും. വലിയ വെട്ടി തിളങ്ങുന്ന വസ്ത്രവും അതുപോലെ ഭയങ്കര പ്രസാദമുള്ള മുഖങ്ങളൊക്കെയാണ്. വലിയ വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തത് ഉണ്ടാവും. ആ ദൂതൻ്റെ വസ്ത്രം നല്ല വെളുത്ത മഞ്ഞ് പോലെ, ആകാശത്ത് നല്ല വെള്ള മഞ്ഞ പോലെ വെളുത്തതുമായിരുന്നു. 4-ാം വാക്യം. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട്. അവർ വിറച്ചുപോയി ഇവനെ കണ്ടപ്പോഴത്തേന്. കാവൽ നിൽക്കുകയാണ്. ഇവൻ്റെ ശരീരം ആരെങ്കിലും ശിഷ്യന്മാർ വന്ന് എടുത്തുകൊണ്ട് പോവോ എന്ന്, ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞ കാരണം ഇവർ പകല് കാവലിരിക്കുക.
അവർ മരിച്ചവരെ പോലെയായി. ഈ ദൂതനെ കണ്ടപ്പോഴത്തേക്കും കാവൽ നിന്നിരുന്നവർ മരിച്ച ശവം പോലെയായിപ്പോയി. അവർ പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുന്നു. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, അവർ മരിച്ചുപോയിരിക്കുക പോലെ ഇരിക്കുന്നു കാവൽക്കാർ. അവരോട് ദൂതം ഉണ്ടല്ല. ഈ വന്ന മറിയത്തോടും പത്നാന മറിയത്തോടും ദൂതൻ സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട. ദൂതൻ പറയുന്നു, സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. ദൂതൻ പറയുന്നു, യേശുവിനെ കാണാനും അന്വേഷിക്കാനുമാണ് നിങ്ങളിവിടെ വന്നതെന്ന് എനിക്ക് അറിയാം. ദൂതൻ പറയുക. എന്നാൽ കാവൽ നിന്നവരാണ് കണ്ടത്. അത് ദൂതൻ ഇറങ്ങി വന്നതും പൊട്ടണതും കല്ലുട്ടി മാറ്റിയത്. അപ്പോൾ അവർ മരിച്ചവരെ പോലെ. ഉടനെ അവരോടല്ല സംസാരിക്കുന്നത്, ഇത് ഈ സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവർ ഉയർപ്പിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുനാഥൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ ഉയർത്തെഴുന്നേറ്റിന് ശേഷം എവിടെയാണ് യേശുനാഥനുള്ളത്? അൾത്താരയിൽ, ബലിപീഠത്തിൽ. ഓരോ ബലിപീഠത്തിലും യേശുനാഥൻ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുകയും. ദൂതൻ പറയുന്നു. ദൂതൻ ഈ സ്ത്രീകളോട് സംസാരിക്കുന്നു. സ്ത്രീകളൊന്നും ഉണ്ടെന്നില്ല. അവരോട് ഓരോ കാര്യങ്ങളും പറയുന്നു. വേഗം പോയി, എന്നിട്ട് ദൂതൻ പറയുന്നു, വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ദൂതൻ പറയുന്നു, നിങ്ങൾ വേഗം പോവുക. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് 11 ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുക, നിങ്ങൾ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോവുക. അവിടെ വെച്ച് യേശുവിനെ കാണുമെന്ന് ദൂതൻ മുന്നറിയിപ്പ് കൊടുക്കുന്നു. നോക്കിയേ, യേശു അല്ല അവിടെ പറയണത്, ദൂതൻ പറയുന്നു. അതെങ്ങനെ ദൂതൻ മനസ്സിലായി? ഗലീലയിൽ കർത്താവ് കാണുമെന്ന് ദൂതനുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ കർത്താവിൻ്റെ ദൂതനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതാ, ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദൂതൻ പറയുന്നു, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുനാഥൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. അത് നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. അവരോട് വേഗം ഗലീലയിലേക്ക് വരാൻ പറയാം. അവിടെ വെച്ച് നമുക്ക് യേശുനാഥനെ നിങ്ങൾ കാണുമെന്ന് ദൂതൻ മുന്നറിയിപ്പ് കൊടുത്തു. അവർ കല്ലറ വിട്ട് ഭയത്തോടെ വലിയ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടിനവർ. മറിയും ഉയർത്തെഴുന്നേറ്റ് ഭയങ്കര സന്തോഷമായി. ഉയർത്തെഴുന്നേറ്റല്ലോ, അവരെ പോയി പറയാം. അവരോട് ആദ്യം ചെന്ന് പറയാതെ ഒരു ഓടണം, സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഓടണം. അപ്പോൾ സംഭവം അവിടെ നടക്കുന്നുണ്ട്. 9-ാം വാക്യം. അപ്പോൾ യേശു എതിരെ വന്നു. ഉണ്ടോ? അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും യേശു നേരെ എതിരെ ഇങ്ങോട്ട് വരയണം. എന്നാലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. അവരെ അഭിവാദനം ചെയ്തു. ഈ 2 സ്ത്രീകളെയും യേശുനാഥൻ അഭിവാദനം ചെയ്തു, വെൽക്കം ചെയ്തു. അവർ അവനെ സമീപിച്ചു, പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ഈ സ്ത്രീകൾ വേഗം യേശുനാഥൻ്റെ കാൽക്കലാണ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ആരാധിച്ച് കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. യേശുവിന് ഭയങ്കര സന്തോഷമായി. ശിഷ്യന്മാർക്ക് വരാൻ തോന്നിയില്ലല്ലോ അല്ലേ. ആലോചിച്ച് നോക്കിയേ. ഈ ശിഷ്യന്മാർ ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ 30 വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് വന്നിട്ട് ഒറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പം യേശുനാഥൻ ചോദിക്കുന്നുണ്ട്, സ്നേഹിത, എന്തിനാണ് നീ ഇപ്പോൾ ഇവിടെ വന്നത്? യേശുനാഥൻ്റെ ഒരു ചോദ്യം. അതിന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ വെട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒരുത്തിൻ്റെ ചെവി വെട്ടിക്കളഞ്ഞ് അങ്ങനെ അവിടെ വാൾ ഉറയിലിടാനൊക്കെ യേശു പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ 11 ശിഷ്യന്മാരും ഓടിക്കളഞ്ഞു. ആ പോയ പോക്ക് പിന്നെ
യേശുവിനെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല. എന്നാലോചിച്ച് നോക്കിയേ, പക്ഷേ യേശുനാഥൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നുണ്ട്. ആ സമയത്ത് പോയിട്ട് പിന്നെ യേശുവിനെ കാണുന്നില്ല. യേശുനാഥനെ ബന്ധിച്ചു കൊണ്ടുപോകുമ്പോഴും അവർ കാണുന്നില്ല, അവരെ അടുത്തേക്ക് വരുന്നില്ല. യേശുവിൻ്റെ ചമ്മട്ടികൾ അടിക്കുമ്പോഴും കെട്ടിയിട്ട് അടിക്കുമ്പോഴും യേശുനാഥൻ്റെ അടുത്തേക്ക് വരുന്നില്ല. കാൽവരി ക്രൂശ് ചുമന്ന് ഗാഗുൽത്താമല കയറുമ്പോഴും ശിഷ്യന്മാർ വരുന്നില്ല. യേശു ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. 3 കാരിരുമ്പാണിയിൽ കിടന്നുണ്ട്. മരണവിപ്ലവം കാണിക്കുമ്പോൾ അവിടെയും യേശുനാഥനെ കാണാൻ പറ്റുന്നില്ല ശിഷ്യന്മാരെ. മരിച്ചു കഴിഞ്ഞിട്ടും അടക്കം ചെയ്യാനും ശിഷ്യന്മാർ വന്നില്ല. എന്നാൽ കുഴിമാടത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാനും വന്നില്ല. രാവിലെ 2 സ്ത്രീകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം യേശുനാഥൻ്റെ മനസ്സിൽ നിന്ന് അവർ പോയിട്ടുണ്ടാവും. നോക്കി, നിഷ്കളങ്കനായ ദൈവമായ കർത്താവാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവൻ ദൂതനോട് പറയുന്നു, എൻ്റെ 11 ശിഷ്യന്മാരോടും അവരെ അറിയിക്കുക, ആരെങ്കിലും വരുമെന്നുള്ളത് യേശുവിനെ അറിയാതെ. അപ്പോൾ ദൂതനോട് പറഞ്ഞ് വെച്ചേക്കാണ്, അവരോട് പറയുക, ഗലീലയിലേക്ക് വരിക, ഞാൻ അവിടെ വെച്ച് നമുക്ക് കാണാം. ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ദൂതനിലൂടെ പത്നാല് മറിയത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെയാണ് അവരവിടെ നിന്ന് ഓടി ചെല്ലുമ്പോൾ യേശു എതിരെ വരികയാണ് അവിടെ ഉണ്ടാവും. യേശു ഭൂമിയിൽ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്തോട്ട് പോയിട്ടില്ല, ഭൂമിയിൽ തന്നെയാണ്. ശിഷ്യന്മാരെ വിട്ടു പോകാൻ, മനുഷ്യനെ വിട്ടു പോകാൻ ദൈവമായ കർത്താവിന് മനസ്സ് അനുവദിക്കുന്നു. ഇത് ഇപ്പോഴും ഉണ്ട്. ദൈവമായ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ നമ്മെ വിട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഭവനത്തിലേക്ക് വരുവാനും നമ്മളെ കെട്ടിപ്പിടിക്കാനും നമ്മളെ കൂടെ നടക്കാനും യേശുനാഥൻ വളരെയധികം കൊതിക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്തത്? നമ്മൾ അവനിൽ നിന്നും അകന്നുപോയി. പാപം മൂലം സുഖലോലത നോക്കി നമ്മൾ കർത്താവിൽ നിന്നും യുവദാസിനെ പോലെ അകന്നുപോയി. അതുകൊണ്ട് യേശുവിനെ എടുക്കാൻ പറ്റുന്നില്ല. 2 വഞ്ചിയിൽ കാലുവെക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനത്തിലോ ജീവിതത്തിലോ ഇല്ല. ഒന്നെങ്കിൽ യേശുനാഥൻ, അല്ലെങ്കിൽ സുഖലോലിത. നമ്മൾ സുഖലോലിതരായ കാരണം യേശുവിന് വരാനും പറ്റില്ല, പിടിക്കാതില്ല. അവരുമല്ല, കാലത്ത് എഴുന്നേറ്റ് ഉടനെ ശവകുടീരങ്ങളിലേക്ക് വന്നു. അപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നതും കല്ലുമേൽ ദൂതൻ ഇരിക്കുന്നതും ദൂതൻ അവരോട് സംസാരിക്കുന്നതും അവിടെ നിന്ന് അവർ ഓടി സന്തോഷത്തോടെ ചെന്നപ്പോഴത്തേനും യേശുനാഥനെതിരെ വന്നു. യേശുനാഥൻ്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണാമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി യേശുനാഥൻ. അതാണ്, ഒറ്റ ശിഷ്യന്മാർ വന്നില്ലല്ലോ. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. യേശു അവരോട് സംസാരിക്കുന്നു ഈ 2 സ്ത്രീകളോട്. 10-ാം വാക്യം, യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരെ കണ്ട. യേശു വിളിക്കണമെങ്കിൽ നിങ്ങൾ ചെന്ന്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാർ, ശിഷ്യന്മാർ അപ്പോസ്തലന്മാരൊന്നുമല്ല, എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്ന്, അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവരോട് വീണ്ടും പറയും. എന്താ, ആദ്യം ദൂതൻ പറഞ്ഞു, ഇപ്പോൾ യേശു നേരിട്ട് പറഞ്ഞു ഇതും കൂടി വിശ്വസിക്കാനായിട്ട്. എന്നാലും യേശുവിൻ്റെ ആ ആഗ്രഹമൊന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ്റെ ഉള്ള സ്നേഹം, ജീവിതം, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളകന്ന് പോവുകയാണെങ്കിലും യേശുനാഥൻ ഇപ്പോഴും അവിടെ നിന്നിട്ട് നമ്മളെ നോക്കി കൊതിക്കുന്നുണ്ട്. ഒന്ന് വന്നെങ്കിലോ, എന്ന് തന്നെ ആരാധിച്ചാലോ, ആ ലോകം വിട്ട്, ആ സുഖലോലത വിട്ട് ഒന്ന് വന്ന് തന്നെ കെട്ടിപ്പിടിക്കാൻ ഇവർക്ക് തോന്നുന്നില്ല എന്നുള്ള ആ വിഷമം യേശുനാഥനുണ്ട്. പല ദൂതന്മാരുടെ അടുത്തും യേശുനാഥൻ ഇതുപോലെ ഇപ്പോഴും പറയുന്നുണ്ടാവും, അവരൊന്ന് വിളിക്കും, അവരത് വിട്ടിട്ട് ഇറങ്ങി വരാൻ പറ. നമ്മൾ പോകുന്നില്ല. കാരണം നമ്മൾ സാത്താനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ പിന്നെ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുക? ഒരിക്കലും അവൻ വിടില്ല. ഹല്ലേലൂയ. 11-ാം വാക്യം, അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു.
അവിടെ നിന്ന് കാവൽക്കാർ ഓടിപ്പോയിട്ട് ഈ നടന്ന സംഭവങ്ങളൊക്കെ അവിടെ പറയും പുരോഹിതന്മാരോട്. കല്ലുരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ദൂതനിരുന്ന് ഞങ്ങൾ മരിച്ചവരെ പോലെയായി. അവർ 2 സ്ത്രീകൾ വന്ന് അവരോട് സംസാരിച്ചു. അവൻ ഗലീലയിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇവർ കേട്ടിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു. ആ പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്ത് അവരെ മയക്കണം. എന്താ പറയേണ്ടതെന്ന് നോക്കിയോട്ടാ. ഞങ്ങൾ ഉറങ്ങിപ്പോയി. ആ പടയാളികളോട് പുരോഹിതന്മാർ പറയണം, ഞങ്ങൾ ഈ യേശുനാഥനെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്ത ആ കൂട്ടം ജനങ്ങളാണ്. അവർ പറയണത് ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ വാക്ക് നോക്കി, സാത്താനാണ് അവരെ മോഷ്ടിച്ചുകൊണ്ട് പോയി. കള്ളൻ കട്ടുകൊണ്ടുപോയി. സാത്താൻ അവരിലേക്ക് കയറിയിട്ട് കുത്തിവയ്ക്കണം എന്ന് പറയുക. എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ചു നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം. അതെങ്ങനെയായാലും അവിടുത്തെ പ്രമാണിയെ അറിയും. അപ്പോൾ അത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം, അറിഞ്ഞുകൊള്ളാം എന്നൊക്കെയാണ് ഇവർ പറയണത്. 15-ാം വാക്യം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. അവർ പറഞ്ഞ പോലെ തന്നെ അവർ പണവും വാങ്ങി അവർ വീണ്ടും അവിടെ തന്നെ പോയേക്കുന്നു. ഹല്ലേലൂയ. ഇത് യഹൂദന്മാരുടെ ഇടയിൽ പ്രചരണത്തിലിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഒരു വാക്ക് അവരുടെ ഇടയിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടെന്നുള്ളതാണ്. 16-ാം വാക്യം. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും മലയിലേക്ക് പോയി. ഗലീലെ ഒരു വലിയ മലയിലേക്ക് അപ്പത്തിന് അവർ യാത്ര ചെയ്യും. കാരണം യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ കാണാം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് ഇവർ നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വന്ന് കാണും. ആളില്ല. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ആ 11 ശിഷ്യന്മാരിൽ ചിലരൊക്കെ ആരാധിച്ചു, പക്ഷെ ചിലരെ ആരാധിച്ചില്ല. അവർ സംശയിച്ചു, ഇത് യേശു തന്നെയാണോ അല്ലെങ്കിൽ വലിയ ഭൂതമാണോ എന്നൊക്കെ അങ്ങനെ സംശയിച്ച് അവർ മാറിയിരിക്കുന്നത്. അതവിടെ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അവരോട് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും, ഒന്നും മാറ്റിവെച്ചിട്ടില്ല. എല്ലാ അധികാരവും ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴെ എല്ലാ അധികാരവും എനിക്ക് പിതാവ് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും എല്ലാ ജനതകളെയും നിങ്ങൾ പോയി ശിക്ഷപ്പെടുത്തുകയും. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലാണ് എല്ലാം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴേ എല്ലാം വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അനുസരിക്കുവിൻ, അവരെ പഠിപ്പിക്കുവിൻ. അനുസരിക്കുവിൻ, അവരെ പഠിപ്പിക്കുവിൻ. യേശു എന്താ പറയണമെന്ന് കണ്ടോ? ശിഷ്യന്മാരോട് നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവിൻ, അവരെ പഠിപ്പിക്കുവിൻ. ലോകം മുഴുവനും പോയി വചനം പ്രഘോഷിക്കാനാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക. എവിടെയും പോയി നിങ്ങൾ ധൈര്യമായിട്ട് വചനം പ്രഘോഷിക്കുക, അവിടെ ഞാനുണ്ടാവും. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട്, അത് ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. എവിടെയെല്ലാം വചനം പ്രഘോഷിക്കുന്നുണ്ടോ
അവിടെ യേശുനാഥൻ ഇറങ്ങി വരുന്നുണ്ട്. യേശുനാഥനുണ്ട്. അതാണ് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. അത് ചെറിയ കൂട്ടായ്മയായിക്കോട്ടെ, വലിയ കൂട്ടായ്മയായിക്കോട്ടെ, യേശുനാഥൻ അവിടെ ഉണ്ടാകും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജ രാജ്യം വേണ്ടമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നു. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവം ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ നിരീക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും യേശുവിൻ്റേതാകുന്നു. യേശുവേ, എൻ്റെ ഉയർപ്പിനെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുകയാണ്. കർത്താവായ യേശുവേ, ഉയർത്തെഴുന്നേറ്റ് ഓരോ കുർബാനയിലും എഴുന്നള്ളി വരുന്ന യേശുനാഥൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്നും അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.